ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ എഗ് ബിരിയാണി, മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. ഇപ്പോൾ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഒരു തക്കോലം, പിന്നെ 3-4 ഗ്രാമ്പൂ, ഒരു ഏലക്കായും, ഒരു കറുവാപ്പട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി എണ്ണയിലേക്ക് ഇട്ട് നന്നായി ചൂടാക്കി എടുക്കാം. വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ സവാള ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ ബാക്കിയുണ്ട്. ഇനി ബാക്കി സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാളയാണ് കേട്ടോ എടുത്തത്. അതിൽ നിന്ന് കുറച്ചെടുത്താണ് ആദ്യം ഫ്രൈ ചെയ്തത്. അപ്പോൾ ബാക്കി സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. ഞാനിവിടെ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്തത്. ഒരു തക്കാളി കുഞ്ഞായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ നമുക്ക് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മളെ നോർമൽ പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അരി 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 2 കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത്. കുതിർത്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം വേണം കേട്ടോ അരി ചേർക്കാൻ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തതായി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് ചേർക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി 1/2 സ്പൂൺ ചേർത്തിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കണം കേട്ടോ. ബിരിയാണി ആകുമ്പോൾ നെയ്യ് ചേർക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ എണ്ണയിൽ ചെയ്ത പ്രോസസ്സ് എല്ലാം നെയ്യിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ലാസ്റ്റ് 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് 2 വിസിൽ കഴിഞ്ഞ് ഫുൾ പ്രഷർ പോയിട്ട് നോക്കാം. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഫുൾ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അരി കുറച്ചുകൂടി വേവാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. വിസിലൊന്നും ഇടാതെ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. കാരണം അരിയുടെ ഡിഫറൻസ് അനുസരിച്ച് വേവിന് വ്യത്യാസം വരാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ സൂപ്പർ സ്പൈസി എഗ് ബിരിയാണി ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയാണ്. നമ്മൾ വീട്ടിലുള്ള പൊടികൾ യൂസ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിത് ഈ മുളക് പൊടി ആഡ് ചെയ്തില്ലേ, അപ്പോൾ മുളക് പൊടിക്ക് പകരം, അതുകൊണ്ട് ഇത്രയും കളർ വന്നത്. അപ്പോൾ മുളക് പൊടിക്ക് പകരം നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്യാം എരിക്ക്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഈ മസാലയുടെ അളവുകളും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു.